my dear students, welcome to our next class of human resource management. അല്ലേ, അപ്പോൾ നിങ്ങൾ കുറച്ച് നമ്മുടെ പോർഷൻസൊക്കെ നിങ്ങൾ നന്നായി ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. ഒരു കൊല്ലം കഴിയാൻ പോവുകയാണ് അല്ലേ, അതായത് ഒരു സെമിസ്റ്റർ നിങ്ങൾ. അപ്പോൾ നമ്മൾ അവസാനത്തിലേക്കൊക്കെ ആയി. ഇന്ന് ദാറ്റ് ഈസ് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ദാറ്റ് ഐ ആം ഗോയിങ് ടു ടേക്ക് ഈസ് അബൌട്ട് ഡിസൈനിങ് എ ട്രെയിനിങ് പ്രോഗ്രാം കേട്ടോ. അതാണ് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വരുന്ന ഒരു സെപ്പറേറ്റ് അതുമായി അനുബന്ധിച്ച് വരുന്ന ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് ഒരു ഹൗ വി ആർ ഗോയിങ് ടു ഡിസൈൻ എ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കൃത്യമായിട്ട് അറിയണം എന്താണ് ട്രെയിനിങ് എന്നുള്ളത്. എന്ത് ചെയ്യണം, ദാറ്റ് വി ഹാവ് ടു ജസ്റ്റ് റീകോൾ ഇറ്റ്. നമ്മളതൊന്ന് റീകോൾ ചെയ്താൽ മാത്രമാണ് ഇപ്പോൾ നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നമ്മൾ ട്രെയിനിങ് എന്ന് പഠിച്ചു വെച്ചത്? It is the act of increasing the knowledge and skills of an employee for doing a particular job. അല്ലേ പറഞ്ഞത് എഡ്വിൻ ബി ഫ്ലിപ്പോൻ അനുസരിച്ച് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദ നോളേജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതങ്ങനെ ഒരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ, അതാണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ അവർ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഒരു അത്യാവശ്യം ഇൻട്രൊഡക്ഷനായി. ഓക്കെ, ഐ വൺസ് അഗെയിൻ വെൽക്കം ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ് ടു മൈ ക്ലാസ്. ഓക്കെ, ഇപ്പോൾ ഡിസൈനിങ് എ ട്രെയിനിങ് പ്രോഗ്രാം, അതായത് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് എ ട്രെയിനിങ് പ്രോഗ്രാം ആർ നെസസറി ടു ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്സ്. Clear? In order to get the best results out of the training, that is proper planning and designing of a training program. ഇപ്പോൾ നിങ്ങളുടെ BCom പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 3 years ആണ് അല്ലേ. ഇപ്പോൾ ഒരു കൃത്യം കാലാവധിയുള്ള കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭവമാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് പ്രോഗ്രാം ദാറ്റ് ഈസ് ഹിയർ ദാറ്റ് ദി ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ബി ക്ലിയർലി പ്ലാൻഡ് ആൻഡ് ഡിസൈൻഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളുടെ ആസ് പെർ യുവർ BCom പ്രോഗ്രാമിന് കൃത്യമായിട്ടുള്ള സിലബസും കൃത്യമായിട്ടുള്ള കറിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതുപോലെ തന്നെ എവറി ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ഹാവ് ആഡ്വക്കേറ്റ് കണ്ടൻറ്റ് അതിനകത്തുണ്ടായിരിക്കണം ആൻഡ് അപ്രോപ്രിയേറ്റ് മിക്സ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്സ്. Okay, that we have already discussed about so many training methods. All these training methods should be properly mixed in order to make a good training program. Clear? അങ്ങനെയാണെങ്കിൽ what are the factors to be considered while designing an effective training program? ഒരു effective training program ഡിസൈൻ ചെയ്യുന്ന സമയത്ത് what are the factors that we have to keep in our mind? In our mind means in the organization, or what are the factors to be taken into account while designing a training program? Let's see one by one. First, here the mentioned point is that need and objective of the training program. First, that the trainer must clearly know, that the organization must clearly know why we are conducting this training program. What is its need? What is its objective? എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ദ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. ദ സെക്കൻഡ് പോയിന്റ് മെൻഷൻ ഹിയർ ഈസ് ദാറ്റ് ടു whom we are going to give training, that is the target group, that the organization, to which group the organization is going to give a training, that must be considered. That is the target group of employees or trainees. Clear? And the third is that is about the training policy of the organization. Every organization will have a policy or procedures regarding everything, and here that we have to consider about the what is the training policy of the organization. അത് കൺസിഡർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ദാറ്റ് ദേ ഹാവ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് ഈസ് properly qualified trainers are available. That is the point to be checked out ആണ്. That is the availability and qualification of the trainees, that adequate number of trainees are available, they are actually qualified or not. These things have to be checked by the organization and to be considered. Next, what are the infrastructure needed for giving a training program? അല്ലേ, ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കണം. ഇപ്പോൾ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആസ് യു നോ, the college should have a building, proper classroom, proper bench and desk, proper other facilities. Just like that, there should be proper infrastructure for giving training, like place of training,
accommodation, travel and hospitality, that is amenities for the trainees. Okay, next that they have to consider is about the time schedule given for the training. That is, it cannot be a long term procedure ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. That point they have to consider, that is the time schedule of training. And next point to be considered is the arrangement like on the job training facilities, factory visit, use of machinery, equipments and tools. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ നടത്തിയിരിക്കണം. പറ്റുമെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ദാറ്റ് നിങ്ങൾ പഠിച്ചു പോയി കാണും അല്ലേ. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ബുട്ട് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓൺ ദ ജോബ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉണ്ടോ, ഫാക്ടറി വിസിറ്റിനുണ്ടോ, യൂസ് ഓഫ് മെഷീനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്സുകൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് കൂടെ തന്നെ വെദർ ദേ ആർ ഏബിൾ ടു മേക്ക് എ പ്രാക്ടീസ് ഓൺ ഇറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് എ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് അബൌട്ട് ദി കംപ്ലീറ്റ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ ട്രെയിനീസിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ ആവശ്യമാണ്. ലൈക്ക് ദെയർ നെയിം, ഏജ്, സെക്സ്, ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, എക്സ്പീരിയൻസ്, എക്സെട്ര എക്സെട്ര. All these points they have to be taken into account. After considering all these factors, the organization will be able to arrange a proper training program. അപ്പോൾ ഒരു പ്രോപ്പർ ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സുകളൊക്കെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ്, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. The next topic today we have to discuss is about the qualities of a good training program. What are the qualities of a good training program? അപ്പോൾ നമ്മൾ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് എന്താണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിനെ നമുക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം. അതായത് ഈ താഴെ പറയുന്ന ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് കണ്ടക്ടിങ് എ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ ട്രെയിനിങ് പാക്കേജ്. പാക്കേജ് മീൻസ് ഇപ്പോൾ നമ്മളൊരു പാക്കേജ് അഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള സംഭവിക്കണം, അതായത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചതായിരിക്കണം ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ട്രെയിനിങ് പാക്കേജ്. ദ ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ബി വെൽ തോട്ട് ഔട്ട്, ഹാവിങ് പ്രിസ്ക്രൈബ്ഡ് കണ്ടന്റ് ഓർ സിലബസ്, ടൈം ഷെഡ്യൂളിംഗ് ആൻഡ് പ്രോപ്പർ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, കൃത്യമായിട്ടുള്ളൊരു സിലബസ് വേണം. ഇറ്റ് ഷുഡ് ഹാവ് എ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ആൻഡ് എ പ്രോപ്പർ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. വൺ ബൈ വൺ ആയിട്ട് ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റിലേക്ക് പോകുന്ന അങ്ങനെ സീക്വൻഷ്യലി എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കണം. And the second qualities of a good training program is the responsibility for training. അപ്പോൾ ആരാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അവർ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ മേലുണ്ടായിരിക്കണം. അല്ലാതെ കുറച്ച് പേരെ ട്രെയിനിങ്ങിന് വിളിച്ചു വരുത്തി ഇവരാരും എത്തിയിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് ഒന്നും പോകരുത്. എന്താണ് നെക്സ്റ്റ് ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടത്, റെസ്പോൺസിബിലിറ്റി ഫോർ ട്രെയിനിങ്. ദ ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ബി കണ്ടക്റ്റഡ് ബൈ ദി, ആൻഡ് ഓർത്ത് വയ്ക്കുക കേട്ടോ, ദ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ബി കണ്ടക്റ്റഡ് ബൈ ദി HR ഡിപ്പാർട്ട്മെൻറ്റാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഓർഗനൈസേഷനിലെ HR ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. ആൻഡ് എന്തുണ്ടായിരിക്കും, ആൻഡ് ദർ വിൽ ബി എ പേഴ്സൺ who will be held responsible. There will be a senior official or a senior supervisor. ഒരു സീനിയർ ഒഫീഷ്യലോ സീനിയർ സൂപ്പർവൈസറോ അവിടെ അതിൻ്റെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തി ഉണ്ടായിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് പറയാം, അല്ലാതെ ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ് അല്ല കേട്ടോ, ഇറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ട്രെയിനിങ് എന്നുള്ളത് ഒരു നല്ല ക്വാളിറ്റിയാണ് നല്ല ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ. നെക്സ്റ്റ് പറയുന്നത് ഓഫ് കോഴ്സ് റിസോഴ്സ് പേഴ്സൺ, ദാറ്റ് വൺ ഹു ഗിവ്സ് ട്രെയിനിങ്, അവരെയാണ് നമ്മൾ റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്നത്. നല്ല റിസോഴ്സ് പേഴ്സൺ ഉണ്ടായിരിക്കണം, അതായത് അവർക്ക് ട്രെയിനിങ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്താ പറയുക, അവർക്കത് അവരുടെ സ്കില്ലും അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൂടുതൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന വ്യക്തികൾ അവിടെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ദ ട്രെയിനർ മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ആൻഡ് ആഡ്വക്കേറ്റ്ലി ക്വാളിഫൈഡ്. വളരെ കോമ്പിറ്റൻ്റ് ആയിരിക്കണം, ആഡ്വക്കേറ്റ്ലി ക്വാളിഫൈഡ് ആയിരിക്കണം വിത്ത് പ്രൊഫഷണൽ അപ്രോച്ച്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് ട്രെയിനിങ് കൊടുക്കാമെന്നല്ല, വളരെ പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. ക്ലിയർ? He must have sufficient knowledge. The trainer must have, a resource person എന്തുണ്ടായിരിക്കണം, sufficient knowledge ഉണ്ടായിരിക്കണം, and of course experience, sufficient experience in the area he or she is going to cover. ഏത് ഏരിയയിലാണോ അവരെടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നല്ല എക്സ്പീരിയൻസുമുള്ള ആളുകളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പോൾ റിസോഴ്സ് പേഴ്സൺ നല്ലതാണെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് പകുതി അത് സക്സസ് ആയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് ഈസ് ദാറ്റ് കണ്ടക്ട് ഓഫ് ട്രെയിനിങ്.
ഈ ട്രെയിനിങ് നമുക്ക് തോന്നിയ പോലെയൊന്നുമല്ല, അത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടക്ട് നടത്തി, അത് കൃത്യമായിട്ട് അത് നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്. The training program must be properly scheduled and conducted by step. ട്രെയിനിങ് പ്രോഗ്രാം അത് നടത്തേണ്ട പോലെ വൺ ബൈ വൺ ആയിട്ട് നടത്തണം. അല്ലാതെ ഒരു ഓർഡർ ഇല്ലാതെ, ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ ഒരിക്കലും നടത്താനായിട്ട് പാടില്ല. എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ദ ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ബി പ്രോപ്പർലി ഷെഡ്യൂൾഡ് ആൻഡ് കണ്ടക്റ്റഡ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ വൺ ആയി പ്രോഗ്രസ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ട്രെയിനിങ് സെഷനിലേക്ക് എത്തുന്ന വരെയുള്ള വൺ ബൈ വൺ ആയിട്ട് പോകണം എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു ക്രിയേറ്റ് എ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ ദ ട്രെയിനീസ്. അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിലായാലും അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരാൻ പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സ് എടുത്തു പോകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം. പ്രാക്ടിക്കലി അതൊന്നും സംഭവിക്കാറില്ലെങ്കിൽ പോലും നമുക്കെന്താണ് കഴിയുന്നതും നമ്മൾ നോക്കും കുട്ടികൾക്ക് അതൊരു ബോറാവരുത്. അതേപോലെ തന്നെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നതും. എന്ത് ചെയ്യണം? കഴിയുന്നതും ട്രെയിനീസിന് എന്ത് ചെയ്യണം? ഒരു താല്പര്യം ജനിപ്പിക്കാൻ കഴിയുന്ന ട്രെയിനിങ് ആണെങ്കിൽ അതിനെ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടക്ട് ഓഫ് ട്രെയിനിങ്ങിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഇറ്റ് മസ്റ്റ് ബി റിസൾട്ട് ഓറിയൻറ്റഡ്, അതർവൈസ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിന് എന്ത് വേണം? ദർ ഷുഡ് ബി എ ഗുഡ് റിസൾട്ട്. അപ്പോൾ അതിനെ ഞങ്ങൾ ടീച്ചേഴ്സ് പറയണത് അല്ലേ, ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നതിന് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണം, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണം, അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചതിന് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം എഴുതണം, കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടണം, അപ്പോഴാണ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ അതാണ് പറയണത് ഇറ്റ് ഓൾവേസ് ബി റിസൾട്ട് ഓറിയൻറ്റഡ്. എന്താണ് പറയണത്? ദ ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ഈൽഡ് ദ ഡിസൈർ റിസൾട്ട്. ഇറ്റ് മസ്റ്റ് ഇൻഷുർ ഫുൾ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി ട്രെയിനീസ്. ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കണം, എന്താണ്? എല്ലാ ട്രെയിനീസും അതിൽ ഇൻവോൾവ് ആയിട്ട് അവർ ഈക്വലി എന്ത് ചെയ്തിരിക്കണം? ദേ ഷുഡ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ അതൊരു നല്ല ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാമെന്നാണ് പറയണത്. അതിന് അങ്ങനെ നമുക്ക് ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ ഗുഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ട്രെയിനർ ആൻഡ് ദ ട്രെയിനി. ട്രെയിനറും ട്രെയിനിയും തമ്മിൽ എന്ത് ചെയ്തിരിക്കണം? നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ട്രെയിനിങ് ആയി മാറും. ക്ലിയർ? ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? ഫീഡ്ബാക്ക്. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റി നീഡഡ് ഫോർ എ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം. അതിപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളതല്ല, എന്തെടുക്കുകയാണെങ്കിലും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാം. ഒരു സ്റ്റെപ്പൊക്കെ എടുത്ത് നോക്കിയാൽ എന്തിൻ്റെ സ്റ്റെപ്സ് പഠിക്കണമെങ്കിൽ ലാസ്റ്റ് പോയിൻ്റായിട്ട് നിങ്ങൾ കാണും ഫീഡ്ബാക്ക്. എന്താണ് ഫീഡ്ബാക്ക് എന്നുണ്ടെങ്കിൽ ദാറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ഒരു ഫീഡ്ബാക്ക് തന്നെയാണ്. ദാറ്റ് ഈസ് എന്ത് തരണം? നമുക്കൊരു മറുപടി അതിൽ നിന്ന് കിട്ടിയിരിക്കണം. ദ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് കണ്ടെയ്ൻ എ ഫീഡ്ബാക്ക് ഓഫ് ദി എംപ്ലോയി ഓൺ കംപ്ലീഷൻ ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് കൃത്യമായി എംപ്ലോയീസിൽ നിന്ന്, കൃത്യമായിട്ട് ട്രെയിനീസിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടണം. ആ ഫീഡ്ബാക്ക് ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഇഫക്റ്റീവ് ട്രെയിനിങ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി ഗുഡ് ക്വാളിറ്റി ഓഫ് എ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ അത് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് നെസസറി ടു ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് എവറി ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഏത് ട്രെയിനിങ് പ്രോഗ്രാം നടന്നു കഴിഞ്ഞാലും അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം, അല്ലെങ്കിൽ അതറിയണം എന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? ഫീഡ്ബാക്ക് കിട്ടിയിരിക്കണം. തിരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മറുപടി കിട്ടിയിരിക്കണം എന്നാണ് പറയണത്. അത് അങ്ങനെ ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഫീഡ്ബാക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് ദ HR ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ പ്ലാനിങ്. അപ്പോൾ പിന്നീട് നമുക്കിപ്പോൾ തോന്നാം ഈ വന്നിട്ടുള്ള ട്രെയിനർ നമുക്ക് അത്ര നല്ല രീതിയിൽ തന്നില്ല, ഫെസിലിറ്റീസ് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയണം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ബാച്ച് ഓഫ് ട്രെയിനിങ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെയിനീസ് വരുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? അത് HR ഡിപ്പാർട്ട്മെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് അത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റി ഓഫ് എ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം. ക്ലിയർ? ഇത്രയാണ് നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ട്രെയിനിങ് package, responsibility for conducting the training, resource person, conduct of training, result oriented, and of course there must be a feedback. Clear അല്ലേ? ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ഏരിയയിലേക്ക്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയാനുള്ള കാരണം തന്നെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് ദ ടോപ്പിക് ഈസ് ഏരിയാസ് ഓഫ് ട്രെയിനിങ്. നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എവിടെയാണ് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് ഏരിയാസ് ഓഫ് ട്രെയിനിങ്. അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലൊന്നും ട്രെയിനിങ് കൊടുക്കേണ്ടത് വരില്ല. അപ്പോൾ ഏതൊക്കെ ഏരിയകളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് ട്രെയിനീസിന് അഥവാ എംപ്ലോയീസിന്, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ അതിൽ ഒരു ഏരിയ, ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാനുള്ള ഒരു ഏരിയ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൺ ഫാക്ടേഴ്സ്. കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഏരിയയിലാണ് ഒരു എംപ്ലോയി, ഏത് ഏരിയയിലാണ് വീക്ക്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് അവർക്ക് സ്ട്രെങ്ത് ഉള്ളത്, അതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ദി ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് ദി ട്രെയിനീസ്. ആദ്യം നോക്കുക എന്താണ് നമ്മൾ ട്രെയിനീസ്, അതായത് നമ്മൾ ടാർഗറ്റ് ഗ്രൂപ്പ് എങ്ങനെയുള്ളവരാണെന്ന് നോക്കും.
അത് നല്ല സ്കിൽഡ് ആണോ, അൺസ്കിൽഡ് ആണോ, ഹൈലി ക്വാളിഫൈഡ് ആണോ, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ അതാണ് ഒരെണ്ണം പറയണത്, ടൈപ്പ് ഓഫ് ദി ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് ദി ട്രെയിനീസ്. സെക്കൻഡ് നോക്കുന്നത് ദ നേച്ചർ ഓഫ് ദെയർ ജോബ് റിക്വയർമെൻറ്റ്. അവർ എന്താണ് അവർ ആ ജോബ് ആവശ്യപ്പെടുന്നത്, അതിൻ്റെ നേച്ചർ എന്താണ്, അത് നോക്കിയിട്ട് വേണം ട്രെയിനിങ് കൊടുക്കാനായിട്ട്. അതായത് ഇപ്പം ഒരു മെഷീനറി പ്രവർത്തിക്കുന്ന ആൾക്ക് ഒരു ഓഫീസ് വർക്കിലല്ല ട്രെയിനിങ് കൊടുക്കേണ്ടത് അല്ലേ, ഹൗ ടു എഫിഷ്യൻ്റ്ലി യൂസ് ദാറ്റ് മെഷീൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജോബ് റിക്വയർമെൻറ്റിൻ്റെ നേച്ചർ നോക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ട്രെയിനിങ്, എന്തിനു വേണ്ടിയാണ് ദ ഓർഗനൈസേഷൻ ഇസ് ഗിവിങ് ദ ട്രെയിനിങ് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഏത് ഏരിയയിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് അറിയാനായിട്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ദ ഏരിയാസ് ഓഫ് ട്രെയിനിങ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ഒരു 6 ഏരിയാസ് ആയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു 6 ഏരിയാസ് ആയിട്ട് ഇന്ന മേഖലകളിലാണ് എംപ്ലോയീസിന് അഥവാ ട്രെയിനീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് പറയുന്നു. നമുക്ക് നോക്കാം അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പറയണതാണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. അപ്പോൾ ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടാവും കേട്ടോ. എന്താണ് അപ്പോൾ അത് കഴിയുന്നതും ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. അല്ലാതെ നിർബന്ധമൊന്നുമില്ല ഓർഡറിൽ പഠിച്ചു വെക്കണമെന്ന്, പക്ഷേ നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഈസിനെസ് തോന്നും, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയണതാണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. അതൊരു ഏരിയ ആണെന്നാണ് പറയണത്. അതായത് ഇത് കൊടുക്കുക എന്ന് പറയണത് ആദ്യമായിട്ട് ജോലിക്ക് കയറില്ലേ, എൻട്രി ലെവലിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറേ കാലങ്ങളായിട്ട് അവിടെയുള്ള ഒരു എംപ്ലോയിക്ക് എന്ത് കൊടുക്കേണ്ട, ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് ടു എംപ്ലോയീസ് അറ്റ് എൻട്രി ലെവൽ ടു പ്രൊവൈഡ് ബേസിക് നോളേജ് ആൻഡ് സ്കിൽസ് റിക്വയർഡ്. അപ്പോൾ ബേസിക് ആയിട്ടൊരു ഓർഗനൈസേഷനിൽ കയറുന്ന സമയത്ത് ആ ആൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് അയാൾ അറിഞ്ഞിരിക്കേണ്ടത്, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല കോമൺ ആയിട്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അയാൾക്ക് ആ ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കാനുമുള്ള ദാറ്റ് ഈസ് ഏരിയ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കണ്ടന്റ്, അപ്പോൾ ഈ ഒരു ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒരു പുതിയ എൻട്രി ലെവലിലേക്ക് എത്തുകയാണല്ലേ, ഒരാൾ കയറുകയാണ്, അപ്പോൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഓരോ ജോബ് ഫങ്ഷൻസുകൾ എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ക്ലിയർ? അപ്പോൾ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുക്കുന്ന എംപ്ലോയീസ് വേറെ ആയിരിക്കും, വേറെ ഏതെങ്കിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വേറെ ഗ്രൂപ്പിലാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഒരു 5 years ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിൽ ഒരു കാരണവശാൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ആവശ്യമില്ല. ക്ലിയർ? കാരണം അവർക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നറിയാം, അവിടെ നടക്കുന്ന ജോബ് ഫങ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് അറിയാം, പിന്നെ അവിടുത്തെ ടീം എങ്ങനെയാണ് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ ദേ ഹാവ് ഓൾറെഡി നോ കേട്ടോ. അപ്പോൾ അതാണ്, അപ്പോൾ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് കൊടുക്കുന്നത് എൻട്രി ലെവലിലാണ്. ക്ലിയർ? സെക്കൻഡ് പറയുന്നതാണ് സ്പെസിഫിക് സ്കിൽസ് ട്രെയിനിങ്. ആ ഒരു ടേമിൽ തന്നെ നമുക്ക് കിട്ടണം സ്പെസിഫിക് സ്കിൽസ് ട്രെയിനിങ്, അതൊരു ഏരിയ ആണെന്നാണ് പറയണത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രത്യേക ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ചില ജോബ്സ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക കഴിവുകൾ വേണം അല്ലേ. ഇപ്പോൾ എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്ങുകളാണ് എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് സ്കിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? Employees require specific skills and abilities for carrying out certain functions or jobs. Therefore, the training program focuses on developing the required skill. അപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഒരു ഏരിയയിൽ അവർക്ക് ഏതാണോ അവർക്ക് ആവശ്യം എല്ലാം അവർ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കണ്ട. ഏതാണ് അവരുടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് റിക്വയർമെൻറ്റ്, അതാണ് ഇവിടെ കൊടുക്കുക. ആ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് പറയണത്. ആൻഡ് ദീസ് ഇൻക്ലൂഡ് എന്തൊക്കെയായിരിക്കാം, പ്രൊഡക്ഷനിലുള്ള ടെക്നിക്ക്, അവർക്ക് അതിനുള്ള പ്രത്യേക ഒരു കഴിവുണ്ട്, അപ്പോൾ അവർക്ക് പ്രൊഡക്ഷനെ കുറിച്ച് പുതിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം. മെഷീനറീസ്, ഒരു പുതിയ മെഷീനറി വരികയോ അല്ല അവർ തന്നെയാണ് ആ മെഷീനറി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു അപ്ഗ്രേഡേഷൻ വന്നു, അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ ഓഫ് ദി മെഷീനറീസിനെ കുറിച്ചിട്ട് ഈ ഒരു ട്രെയിനിങ്ങിൽ കൊടുക്കും. മാർക്കറ്റിംഗ് ടെക്നിക്സ് അല്ലേ, അതൊക്കെ ഒരു എല്ലാവരും ചെയ്യാൻ, മാർക്കറ്റിംഗ് ഒന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിൽ വളരെയധികം കുറച്ച് കഴിവ് വേണം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നും ഇങ്ങനെ റോട്ടിലൊക്കെ ഇറങ്ങി വിറ്റ് വരുന്ന ആളുകളല്ലേ, അല്ല, ഒരിക്കലും അല്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്കില്ലാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ കൊടുക്കും. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ചില ഏരിയാസിൽ കൊടുക്കുന്ന ട്രെയിനിങ്ങുകളെ നമുക്ക് അങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സ്പെസിഫിക് സ്കിൽസ് ട്രെയിനിങ് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ അത് ആർക്കാണെന്നുള്ളത് ആലോചിക്കുക. പുതിയ ആളുകൾക്കൊന്നും ഇപ്പോൾ സ്പെസിഫിക് കൊടുക്കാൻ പോകുന്നില്ല. കുറച്ച് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ ആയിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം, സ്പെസിഫിക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കാം. തേർഡ് ഏരിയ പറയുന്നത് ന്യൂ ടെക്നോളജി ട്രെയിനിങ്.
അതെപ്പോൾ ഓർഗനൈസേഷൻ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നോ, നമുക്ക് തന്നിരിക്കണം അല്ലേ, നമുക്കൊരു പുതിയ മെഷീനറിയോ അല്ലെങ്കിൽ പുതിയൊരു കമ്പ്യൂട്ടർ. അപ്പോൾ ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ എങ്ങനെയാണ്, നോ വൺ നോസ് ഹൗ ടു വർക്ക് ഇറ്റ് അല്ലേ, ഹൗ ടു ഓപ്പറേറ്റ് ഇറ്റ് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, ബാങ്കിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ബാങ്കിലൊക്കെ എല്ലാം കമ്പ്യൂട്ടറൈസേഷൻ വരുന്നതിന് മുൻപ് ബാങ്കുകൾ തന്നെ, ദാറ്റ് ഈസ് അവർ തന്നെ ഫീസൊക്കെ അടച്ച് എംപ്ലോയീസിന് എന്തിനു വിട്ടു, ട്രെയിനിങ്ങിന് വിട്ടു. പോയി കമ്പ്യൂട്ടർ പഠിച്ച് അതിൽ അപ്ഡേറ്റ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ബാങ്കിലൊക്കെ ഇരിക്കുന്നവർ ഇപ്പോൾ എല്ലാവരും റിട്ടയർ ചെയ്ത് പോയി കാണും, പക്ഷേ ആ ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്കത് അറിയാൻ സാധ്യതയില്ല, പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർക്ക് സ്വയം ഗവൺമെൻറ് ഓഫീസസിൽ അവർക്കൊരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും കമ്പ്യൂട്ടറിനെ കുറിച്ച്, അത് പഠിക്കാം. എന്ന് വെച്ചാൽ എല്ലാം കമ്പ്യൂട്ടറൈസ് ആക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത്. അപ്പോൾ അതേപോലെ തന്നെ പറയാണ് ന്യൂ ടെക്നോളജി ട്രെയിനിങ്. It is necessary to arrange a training program for employees when the organization replaces, എപ്പോഴാണ് അത് വേണ്ടിവരിക, replaces the old technology with the new one. പഴയ ടെക്നോളജി പുതിയതുമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന ഒരു ആ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ന്യൂ ടെക്നോളജി ട്രെയിനിങ് എന്ന് പറയുന്നത്. ദ എംപ്ലോയീസ് മേ നോട്ട് ബി ഫെമിലിയർ വിത്ത് ദ ന്യൂ ടെക്നോളജി. റീസൺ എന്താണ്, ദിസ് ഇസ് ബിക്കോസ് എംപ്ലോയീസ് ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദ ന്യൂ ടെക്നോളജി. അവർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, and they do not have thorough knowledge of how to use it എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ in order to give them a good thorough knowledge of the new technology, എന്ത് ചെയ്യുന്നു, ന്യൂ ടെക്നോളജി ട്രെയിനിങ് ഈസ് ഗിവൺ ടു ദോസ് എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെ ഏത് ഏരിയയിലാണ് അങ്ങനെ പുതിയ ടെക്നോളജി വന്നിട്ടുള്ളത് ആ ഏരിയയിലെ എംപ്ലോയീസിന് എന്ത് കൊടുക്കും, ഇതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കുന്നതാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും അതിനകത്തുണ്ടായിരിക്കാം, ന്യൂ പ്രൊഡക്ഷൻ ടെക്നിക്സുകൾ എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. കമ്പ്യൂട്ടറൈസേഷൻ അല്ലേ നമ്മൾ പറഞ്ഞത്. പിന്നെ മെക്കനൈസേഷൻ, എല്ലാം മെക്കാനിക്കലിലേക്ക് പോകുമ്പോൾ മെക്കനൈസേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. മോഡേണൈസേഷൻ, അപ്പോൾ മോഡേൺ ആവുകയാണ്, അപ്പോൾ അതിൻ്റെ പല മോഡേൺ കോൺസെപ്റ്റ്സുകളും മോഡേൺ തിയറീസുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ആർട്ട് ടെക്നോളജി, അപ്പോൾ അതിലൊക്കെ ഒരുപാട്, അതായത് ഇതൊക്കെ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഒരു ട്രെയിനിങ്ങിനല്ല, അങ്ങനെ അത് ഈ പറയുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന ട്രെയിനിങ് എന്താണ്, ന്യൂ ടെക്നോളജി ട്രെയിനിങ് ആണ്. അതെപ്പോഴാണ് നമ്മൾ ആ ഏരിയനെ ഫോക്കസ് ചെയ്യുക, വെൻ ദ ഓർഗനൈസേഷൻ അഡോപ്റ്റ്സ് ന്യൂ ടെക്നോളജി. ക്ലിയർ. നെക്സ്റ്റ് പറയുന്നതാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു ഏരിയയിൽ എന്താണ് ആ ഏരിയയിൽ പറയണത്, അതായത് അവരുടെ സോഫ്റ്റ് സ്കിൽസുകൾ എൻഹാൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് ഈ സോഫ്റ്റ് സ്കിൽസ്, അതായത് നമ്മുടെ ഇൻട്രാക്ഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എന്താണ് നമ്മുടെ ഗ്രൂപ്പ് ബിഹേവിയർ, അതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ആവശ്യമുള്ള എംപ്ലോയീസ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സെയിൽസിൽ നിൽക്കുന്നവർക്ക്, മാർക്കറ്റിംഗ് നടത്തുന്നവർക്ക്, അവർക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് സോഫ്റ്റ് സ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കേണ്ടത്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ കണക്കിലെടുത്ത് ആദ്യം അവർക്ക് അങ്ങനെ ഒരു ചെറിയൊരു പരിചയം, ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഇറ്റ് വിൽ ഇംപ്രൂവ് ദെയർ കോൺഫിഡൻസ്, ഇറ്റ് വിൽ മോട്ടിവേറ്റ് ദം ആൻഡ് ദേ ഫീൽ കമ്മിറ്റഡ് ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ അത് അവർക്ക് ആദ്യമേ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങളതനുസരിച്ച് എന്ത് ചെയ്യണം, ദാറ്റ് യു ഹാവ് ടു ബിഹേവ് എന്ന് പറഞ്ഞ് ആദ്യം ഒന്ന് അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും, ഈ ഒരു ഏരിയയിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ക്ലിയർ. അതാണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്. നെക്സ്റ്റ് പറയുന്നതാണ് ലീഡർഷിപ്പ് ട്രെയിനിങ്. ആ ലീഡർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, മിക്കവാറും എന്താണ്, എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, പ്രത്യേകിച്ച് ഇത് ആർക്കുള്ളതായിരിക്കും എന്നാണ് പറയണത്. ദാറ്റ് ഈസ് ഒരു മാനേജർ ലെവലിലുള്ളവർക്കാണ്. പക്ഷേ ഞാൻ പറയുന്നു എല്ലാവർക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്ത് കയറി നമ്മൾ ലീഡർ ആവാന്നുള്ളതല്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു ഡിസിഷൻ എടുക്കാനുള്ള എന്ത് വേണം, ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു ഏരിയനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നതാണ് ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ മോട്ടിവേഷണൽ ട്രെയിനിങ് ആണ്. അതായത് നിങ്ങൾ വരൂ, പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലീഡർ ആവാം, നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാം. അപ്പോൾ അതാണ് പറയുന്നത്, ദിസ് ഈസ് എ മോട്ടിവേഷണൽ ട്രെയിനിങ് ഗിവൺ ടു ദ എംപ്ലോയീസ് ടു എക്വയർ ദി ലീഡർഷിപ്പ് സ്കിൽസ്. അപ്പോൾ ലീഡർഷിപ്പ് സ്കിൽസ് ആവശ്യമുള്ള ചില ഏരിയാസ് ഉണ്ടാവും. ആ ഏരിയാസിൽ അങ്ങനെ ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് അങ്ങനെ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, അതൊന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള ചില ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്, ഇറ്റ്സ് എ മോട്ടിവേഷണൽ ട്രെയിനിങ് ഗിവൺ ടു എംപ്ലോയീസ് ടു എക്വയർ ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താണ് പറയുന്നത്, ട്രെയിനിങ് ഇൻ കരിയർ ഡെവലപ്മെൻറ്റ്. ഓർമ്മയുണ്ടോ കരിയർ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ളത്? അപ്പോൾ അതിനുള്ള ഈ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ആ കാര്യങ്ങളൊക്കെയാണ് വരിക. അവരുടെ കരിയറിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക. സൈക്കോളജിക്കൽ ആസ്പെക്ട്സുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അതായത് അവർ നടക്കേണ്ട അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, എൻട്രപ്രണർഷിപ്പ്
എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും, ഇനി വരുന്ന നെക്സ്റ്റ് സെമ്മിലൊക്കെ നിങ്ങൾക്ക് എൻ്റർപ്രണർഷിപ്പ് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർപ്രണർക്ക് അത്യാവശ്യം വേണ്ട സംഭവമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അതായത് ഒരു ബിസിനസ്മാൻ അത്രയും മനസ്സിലാക്കിയാൽ മതി. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് മീനിങ്ങിൽ അത് മനസ്സിലാക്കുക, ഒരു ബിസിനസ്മാൻ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഏരിയനെ ഫോക്കസ് ചെയ്യുന്ന ട്രെയിനിങ് ആണ് ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ. നെക്സ്റ്റ് ആണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ആർക്ക് കൊടുക്കുന്നതായിരിക്കും? ദീസ് ട്രെയിനിങ്സ് ആർ ഗിവൺ ടു ദോസ് വർക്കിംഗ് ഇൻ ദി മാനേജറിയൽ ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഓഫ് കോഴ്സ് ടു എൻഹാൻസ് ദെയർ മാനേജറിയൽ സ്കിൽസ്. അവരുടെ മാനേജറിയൽ സ്കിൽസ് അല്ലാതെ നമ്മളൊരു ഏറ്റവും ഒരു വർക്ക് മാൻ എന്ത് കൊടുക്കണ്ട, മാനേജ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കണം, വേണ്ട. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോ ഏരിയ സ്പെസിഫൈ ചെയ്ത് നോക്കും. ഒരു മിഡിൽ ലെവൽ മാനേജേഴ്സിന് ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഗിവൺ ടു എംപ്ലോയീസ് അറ്റ് മാനേജറിയൽ ലെവൽ ദാറ്റ് ഈസ് പ്യുവർലി ടു എൻഹാൻസ് ദെയർ മാനേജറിയൽ സ്കിൽസ്. ലൈക്ക് എന്തൊക്കെയായിരിക്കാം? റീസണിങ്, അത് ലോജിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതായത് ഒരു കാര്യം വന്നാൽ തീരുമാനം എടുക്കാൻ പറ്റണം. പിന്നെന്താണ്, അവർക്ക് ഈ പറയുന്ന ലീഡർഷിപ്പ് എന്നുള്ളതും വേണം കേട്ടോ. ലീഡർഷിപ്പിലേക്ക് വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജറാണ് ഒരു പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ കവർ ചെയ്യുന്നതാണ് പറയുന്നത്? കേസ് സ്റ്റഡീസ് കൊടുക്കുക അവർക്ക്. എന്താണ് കേസ് സ്റ്റഡീസ് എന്നുണ്ടെങ്കിൽ? അതായത് മുൻകാലങ്ങളിൽ സിമിലർ ആയിട്ട് ഇതേപോലെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ്റെ അങ്ങനത്തെ കേസുകളുണ്ടെങ്കിൽ അവർക്ക് റെഫറൻസിന് എടുത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നോക്കി പഠിക്കാൻ പറയാം. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് അന്നുണ്ടായിരുന്ന മാനേജേഴ്സ് എങ്ങനെ അത് ഹൗ ദേ മാനേജ് ഇറ്റ് എന്നുള്ളത് രീതിയിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള കേസ് സ്റ്റഡീസ്, ഒരു കേസ് എടുത്ത് കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറയാം. എന്നിട്ട് ഹൗ യു വിൽ ബി ഏബിൾ ടു, നിങ്ങളെങ്ങനെ അത് സോൾവ് ചെയ്യും എന്ന് ചോദിക്കുക. അതാണ് കേസ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ പ്രസൻറ്റേഷൻസ് നടക്കുക, GDs ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തുക, മാനേജ്മെൻറ്റ് ഗെയിംസുകൾ, റോൾ പ്ലേയിങ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. മാനേജ്മെൻറ്റ് ഗെയിംസും റോൾ പ്ലേയിങ്ങും ഒക്കെ ഞാൻ പെർഫോമൻസ് അപ്രൈസൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതന്നെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറയണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതൊക്കെ കൊടുത്തുകൊണ്ട് ദാറ്റ് ഈസ് മാനേജറൽ ലെവൽസിന് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. ക്ലിയർ. അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഏരിയാസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഏരിയാസ് ഓഫ് ട്രെയിനിങ്? ഒന്ന് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് പറഞ്ഞു, സ്പെസിഫിക് സ്കിൽസ് ട്രെയിനിങ് പറഞ്ഞു, പിന്നെ എന്താണ് ന്യൂ ടെക്നോളജി ട്രെയിനിങ് പറഞ്ഞു, പിന്നെ പറഞ്ഞെന്താണ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പറഞ്ഞു, ലീഡർഷിപ്പ് ട്രെയിനിങ് പറഞ്ഞു, പിന്നെ പറഞ്ഞെന്താണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്. അല്ലേ? ഇത്രയാണ് നമ്മൾ ട്രെയിനിങ്ങുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ വിച്ച് ദ ട്രെയിനിങ് ഈസ് ഗിവൺ ബൈ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് എ ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്താണ്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അതിനോടനുബന്ധിച്ച് തന്നെ അതിനോട് കണക്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു ദ പ്ലേസ് ഓഫ് ട്രെയിനിങ്. മനസ്സിലാക്കി വയ്ക്കുക, എൻവയോൺമെൻറ്റ് നമ്മുടെ എൻവയോൺമെൻറ്റ് എന്താണ്? ചുറ്റുമുള്ളത് അല്ലേ. അപ്പോൾ പ്ലേസ് ഓഫ് ട്രെയിനിങ്, എമിനിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ, അതിൻ്റെ അർത്ഥം അതാണ് എമിനിറ്റീസ്, ഫിസിക്കൽ കണ്ടീഷൻസ് ആൻഡ് ദി ജനറൽ അറ്റ്മോസ്ഫിയർ സിലക്റ്റഡ് ഫോർ ട്രെയിനിങ്. എന്തൊക്കെയാണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റിൽ പെടുന്നത്? നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, പിന്നെ എന്താണ് നമുക്ക് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അല്ലേ. നമുക്ക് ഒരു ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവണം അല്ലേ. ഒരു പനിയുള്ള കുട്ടിക്കൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടുത്തെ ഫിസിക്കൽ കണ്ടീഷൻസ്. ഓക്കെ, ഹിയർ വിത്ത് ഫിസിക്കൽ കണ്ടീഷൻ മീൻസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു ട്രെയിനിങ് കിടക്കുന്ന സമയത്ത് ആകെ ഒരു വലിച്ചു വാരിയിട്ട് ഇതാണ് കേട്ടോ ഫിസിക്കൽ കണ്ടീഷനിൽ പറയണത്. വലിച്ചു വാരിയിട്ട് റൂമിൽ ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചിട്ടുള്ള റൂമിലൊക്കെ കയറിയിരുന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അല്ലേ. നമുക്കൊന്നും തലയിൽ കയറില്ല പറഞ്ഞതൊന്നും. അപ്പോൾ അത് ഫിസിക്കൽ കണ്ടീഷൻ. ആൻഡ് മൊത്തം പൊതുവെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? അത് നല്ല കാറ്റും വെളിച്ചമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ കണ്ടിട്ടില്ലേ, ഒന്ന് കറണ്ട് പോയാൽ നിങ്ങളൊന്ന് യു വിൽ ഗെറ്റ് അപ്സെറ്റ് അല്ലേ. ഒന്ന് ഇരുട്ടായി, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ. അപ്പോൾ അത് നമുക്കൊരു കൃത്യമായിട്ട് നമ്മൾ എന്താണോ പറയുന്നത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതിനെയാണ് നമ്മൾ ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ജനറൽ അറ്റ്മോസ്ഫിയർ, ഫിസിക്കൽ കണ്ടീഷൻസ്, എമിനിറ്റീസ്. ഇതാണ് ട്രെയിനിങ് എൻവയോൺമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. എന്താണെന്നാണ് പറയുന്നത്? ദ എൻവയോൺമെൻറ്റ് സെലക്റ്റഡ് ഫോർ ട്രെയിനിങ് മസ്റ്റ് ബി കൺഡ്യൂസീവ് ഫോർ ഇഫക്റ്റീവ് ട്രെയിനിങ്. എന്താണെന്നാണ് പറയുന്നത്? നമ്മൾ എവിടെയാണോ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പ്ലേസ് എന്ന് പറയുന്നത് കൺഡ്യൂസീവ് എന്ന് എന്താണ്? ഫേവറബിൾ ആയിരിക്കണം. നമുക്ക് ആ പ്രോഗ്രാം കൊടുക്കുന്ന രീതിയിലേക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം എന്നാണ് പറയുന്നത്. ദ ട്രെയിനിങ് പ്രോഗ്രാം മസ്റ്റ് ബി വെൽ പ്ലാൻഡ്. കേട്ടോ, ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പിന്നാലെയാണ് നമ്മളിത് പഠിക്കുന്നത്. ആദ്യം തന്നെ ട്രെയിനിങ് എൻവയോൺമെൻറ്റ് നല്ല രീതിയിലാവണമെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കണം? വെൽ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ തന്നെ അവിടെ പകുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിട്ട് എന്താണ് അവർക്ക് എത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
the first step will be a success ആവും ട്രെയിനിങ് കൊടുക്കുന്നതിൽ. ഇനി എന്താണെന്നാണ് പറയുന്നത്, the details of the program like place, training, duration, timing, number of trainees, the objectives of training, methods of training, selection of trainer, evaluation of trainer, etc. must be decided in advance. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്തിരിക്കണം, തീരുമാനിച്ച് അതിലെ പാർട്ടിസിപ്പൻസിന് അറിയിച്ചിരിക്കണം. അപ്പോൾ അതാണ് ആദ്യം വേണ്ടത്. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് ആരെയാണോ അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണോ ഇവിടെ ട്രെയിനികളായിട്ട് വരാൻ പോകുന്നത് അവരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, അറിയിച്ചിരിക്കണം. ക്ലിയർ? അപ്പോൾ അതാണ് ട്രെയിനിങ്. അപ്പോൾ വാട്ട് ഈസ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്നുള്ളതൊരു 2 മാർക്സിന് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഒരു ട്രെയിനിങ് എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ക്ലിയർ? അതിൽ ഫസ്റ്റ് പറയണതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. പ്ലേസ് ഓഫ് ട്രെയിനിങ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ഒരു ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. അതായത് ഈ പ്ലേസ് ഓഫ് ട്രെയിനിങ് മസ്റ്റ് ബി ഈസിലി ആക്സസിബിൾ ടു ഓൾ പാർട്ടിസിപ്പൻസ്. ശരിയല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് എത്താനായിട്ട് സാധിച്ചിരിക്കണം. ആൻഡ് എന്താണെന്നാണ് പറഞ്ഞത്, വേണമെങ്കിൽ ട്രെയിനിങ് സെൻറ്റർ ഓർഗനൈസേഷൻ അടുപ്പിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ, ഇനി ആസ് ദ കേസ് മേ ബി. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നങ്ങളില്ല എന്നാണ് പറയണത്. പക്ഷേ അതിൽ കൃത്യമായിട്ട് എത്ര ട്രെയിനീസ് ആണോ വരുന്നത് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ട്രെയിനിങ് പ്ലേസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൃത്യമായിട്ടുള്ള മൂവിങ് സ്പേസ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരാൾ അടുപ്പിച്ചിരുന്ന് ആകെ തിക്ക്, ആകെ ഉഷ്ണം അങ്ങനെയുള്ളതായിരിക്കരുത്. അഡ്വക്കേറ്റ് മൂവിങ് സ്പേസ് ഉണ്ടായിരിക്കണം. ഗുഡ് ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ നല്ല ക്ലിയർ ആയിരിക്കണം, ഒരു ആംബിയൻസ് ഉണ്ടായിരിക്കണം, ലുക്ക് ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ദ പാർട്ടിസിപ്പൻസ് ഫീൽ കംഫർട്ടബിൾ, അവർക്ക് നല്ല കംഫർട്ടായിട്ടിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ് എൻവയോൺമെൻറ്റിലെ ഫസ്റ്റ് എലമെൻ്റാണ് പ്ലേസ് ഓഫ് ട്രെയിനിങ്. സെക്കൻഡ് പറയുന്നത് എന്താണ്? ഗുഡ് അമ്യൂണിറ്റീസ്. എന്താണ് ഈ ഗുഡ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് അവർക്ക് കംഫർട്ടബിൾ സീറ്റിംഗ്, നല്ലൊരു സീറ്റ്, പുറം വേദനിക്കുന്നതോ അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞതോ ഒന്നും അല്ല കൊടുക്കേണ്ടത്. ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ, പ്രോപ്പർ ലൈറ്റിംഗ് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. പ്രൊവിഷൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെയുള്ള എല്ലാം, ദാറ്റ് ഈസ് അവരുടെ ഇപ്പോൾ ബാത്റൂം ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള എമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. അതിന് പുറമെ എന്ത് വേണമെന്നാണ് പറയണത്, അവിടെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ബോർഡ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൊടുക്കണം. മൈക്ക്, സൗണ്ട് സിസ്റ്റം കൃത്യമായിരിക്കണം. പിന്നെന്താണ്, എന്തെങ്കിലും ഒരു ട്രെയിനിങ് മെറ്റീരിയൽസ് അവർക്ക് കൊടുത്തു, അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ട്രെയിനിങ് എൻവയോൺമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ക്ലിയർ? പിന്നെ പറയേണ്ടതാണ് ഓഫ് കോഴ്സ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഈസ് ട്രെയിനിങ് സ്റ്റാഫ്. ആരാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ദ ട്രെയിനിങ് സ്റ്റാഫ് മസ്റ്റ് ബി, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, മസ്റ്റ് ബി കോമ്പിറ്റൻറ്റ് ആൻഡ് കേപ്പബിൾ ഓഫ് കണ്ടക്ടിങ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ക്ലിയർ? നല്ല കോമ്പിറ്റൻ്റ് ആയിരിക്കണം, ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ പറ്റുന്നതായിരിക്കണം. ദേ മസ്റ്റ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്റ്റീവ് സ്കിൽസ്. ഒരു ട്രെയിനർക്ക് അത്യാവശ്യം വേണ്ട സംഭവമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇൻട്രാക്റ്റീവ് സ്കില്ലും വേണം. അല്ലാതെ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരാളെ പിടിച്ച് ട്രെയിനറാക്കി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ചോദിക്കുന്നതിനെല്ലാം ദേ മസ്റ്റ് ബി ഏബിൾ ടു ക്ലിയർ ദെയർ ഡൗട്ട്സ്. ട്രെയിനീസിൻ്റെ ഡൗട്ട്സിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അദ്ദേഹം ഒരു ഫെസിലിറ്റേറ്ററോ അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സണോ ആയിട്ടോ ആക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ ആക്ട് ചെയ്തിരിക്കണം. അതാണ് ട്രെയിനിങ് സ്റ്റാഫിൽ പറയുന്നത്. പിന്നെ പറയുന്നതാണ് ട്രെയിനിങ് കണ്ടൻറ്റ്. എന്താണ് വാട്ട് ഈസ് ടു ബി ഇൻക്ലൂഡ് ഇൻ ദ ട്രെയിനിങ്, അതാണ് ട്രെയിനിങ് കണ്ടന്റിൽ പറയുന്നത്. അതായത് ദ കണ്ടന്റ് ഓഫ് ദ ട്രെയിനിങ് മസ്റ്റ് ബി നീഡ് ബേസ്ഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ട്രെയിനിങ്. എങ്ങനെയാണ് ട്രെയിനിങ്ങിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കുന്നത്? എന്താണോ നീഡ്, ആ നീഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് അക്കോർഡിംഗ് ടു ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ട്രെയിനിങ്. എന്തിനു വേണ്ടിയാണോ ട്രെയിനിങ് നടത്തുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവിന് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ് കണ്ടന്റുകളാണ് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതിനകത്തുള്ള കണ്ടന്റ് മസ്റ്റ് ബി റിലവൻ്റ് ആയിരിക്കണം. അത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും യോജിച്ചതായിരിക്കണം. അല്ലാതെ പഴയ കാര്യങ്ങളൊന്നും അവർക്ക് ട്രെയിനിങ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. മസ്റ്റ് ബി റിലവൻ്റ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ടു ദി ലേൺ ആയിരിക്കണം, ആൻഡ് മസ്റ്റ് ബി റിലേറ്റഡ് ടു ദി ജോബ് റിക്വയർമെൻറ്റ് ഓഫ് ദി പാർട്ടിസിപ്പൻസിൻ്റെ ജോബ് റിക്വയർമെൻറ്റിനോട് യോജിക്കുന്ന വിധത്തിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല ട്രെയിനിങ് കൊടുക്കേണ്ടതെന്നാണ് പറയണത്. അത് ഒരു മാത്രമല്ല, ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് രണ്ടും ഉണ്ടായിരിക്കണം. അതായത് തിയറി ക്ലാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്തും കൊടുത്തിരിക്കണം, പ്രാക്ടിക്കൽ സെഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ അത് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എന്തായിരിക്കണം എന്നാണ് പറയണത്, ട്രെയിനിങ് കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത് ട്രെയിനിങ് കണ്ടന്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി എലിമെൻറ്റ് ഓഫ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ്. ക്ലിയർ? പിന്നെ പറയുന്നതാണ് ട്രെയിനിങ് ടൈം.
അതൊക്കെ നമുക്ക് അങ്ങനെ ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട, അങ്ങനെ ആലോചിച്ചെടുത്ത് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് ട്രെയിനിങ് വെക്കുന്ന ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം വെക്കുക, കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് സെഷൻസുകളായിട്ട്, അല്ലാതെ അടുപ്പിച്ച് കാലത്ത് 10 to 5 എന്നുള്ളതല്ല, 10 to 11. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ക്ലാസ്സുകളല്ലേ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ തൊട്ടാണെങ്കിൽ 9 to 10 ആണ്. അതിലൊരു ഹാഫ് ആൻ അവർ ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഫുൾ ടൈം ഇൻട്രാക്ഷൻ ഇരിക്കുമൊന്നുമില്ല അല്ലേ? അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാം, ഇങ്ങോട്ട് എഴുന്നേറ്റ് നടക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ 10:30 to 11:30, പിന്നെ ഹാഫ് ആൻ അവർ ഇൻട്രാക്ഷൻ, 12 to 1, പിന്നെ കഴിഞ്ഞാൽ 1 to 1:30 ഇൻട്രാക്ഷൻ അല്ലേ? അപ്പം അങ്ങനെ ഒരു കൃത്യമായിട്ട്, അതായത് അവർക്കൊരു താല്പര്യം ജനിക്കുന്ന വിധത്തിൽ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു സെഷൻസുകൾ അറേഞ്ച് ചെയ്തിരിക്കണം. ആൻഡ് ദർ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ലീഷർ ടൈം. ആവശ്യത്തിനുള്ള ലീഷർ ടൈം എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് എൻജോയ് ചെയ്യാനുള്ള, കുറച്ച് വിശ്രമിക്കാനുള്ള കുറച്ച് സമയവും കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ദ ടൈമിംഗ് ഷാൽ നോട്ട് കോസ് എനി സ്ട്രെസ് അമംഗ് ദി പാർട്ടിസിപ്പൻസ്. ഒരു കാരണവശാലും ടൈമിംഗ് എന്ത് ചെയ്തിരിക്കരുത്, പാർട്ടിസിപ്പൻസിന് ഒരു തരത്തിലും സ്ട്രെസ് ഉണ്ടാക്കുന്നതായിരിക്കരുത്. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്തിട്ട് അത് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ് ടൈം എന്ന് പറയുന്നത് വൺ ഓഫ് ദി എലിമെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, ട്രെയിനിങ് എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഹോസ്പിറ്റാലിറ്റി. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റാലിറ്റി. അതായത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, അത്രയും പറയുന്നുള്ളൂ. അവർക്ക് എന്തൊക്കെയാണോ പ്രോപ്പറായിട്ടുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതാണ് പറയുന്നത്. ദ പാർട്ടിസിപ്പൻസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് ദ അക്കോമഡേഷൻ ഇഫ് നെസസറി. അതായത് അവർക്ക് വന്ന് താമസിച്ച് എന്നും വന്ന് പോകാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് താമസ സൗകര്യം വേണമെങ്കിൽ ആ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് ആവശ്യമുള്ള ടീ, സ്നാക്സ്, ലഞ്ച് ഉണ്ടെങ്കിൽ ലഞ്ച്, എന്താ ടീ ടൈം ഉണ്ടെങ്കിൽ ടീ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, ദാറ്റ് ഈസ് അവർക്ക്. അതായത് അവരെ നമ്മൾ പറയില്ലേ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആതിഥേയം കൃത്യമായിട്ട് അവർ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല അവർക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ട്രെയിനിങ് സെൻ്ററിൻ്റെ ഏറ്റവും നിയർ ബൈ പ്ലേസിലായിരുന്നു വന്നു പോകാനുള്ള എളുപ്പത്തിനായിട്ടെന്നാണ് പറയുന്നത്. ആൻഡ് സെർവ്ഡ് അറ്റ് എ കൺവീനിയൻറ്റ് പ്ലേസ് നിയർ ടു ദ ട്രെയിനിങ് സെൻറ്റർ. അല്ലേ? അപ്പോൾ അതാണ് അതിൽ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അനദർ എലിമെൻറ്റ് ഓഫ് ട്രെയിനിങ് എൻവയോൺമെൻ്റ് ആണ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാർട്ടിസിപ്പൻസ്. ഓഫ് കോഴ്സ് അല്ലേ, ഏതത് എവിടെ എടുത്താലും നിങ്ങൾക്ക് കോമൺ പോയിന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. പാർട്ടിസിപ്പൻസ് ഇൻവോൾവ് ചെയ്തില്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ ട്രെയിനിങ്? ക്ലിയർ? അപ്പോൾ ഒരു നല്ല ട്രെയിനിങ് എൻവയോൺമെൻറ്റ് കൊടുത്താലേ അവിടെ എന്തുണ്ടാവുള്ളൂ, ദാറ്റ് ഈസ് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ദ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഇൻ ദ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് നെസസറി ഫോർ ഇറ്റ് സക്സസ്. ക്ലിയർ അല്ല? ഞാനത് മലയാളത്തിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഓക്കെ, ദ പ്രോഗ്രാം മസ്റ്റ് ബി ഇൻട്രസ്റ്റിംഗ്. അതിന് വേണ്ടിയിട്ട് എന്താണ്, സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ് പ്രോഗ്രാം എന്തായിരിക്കണം, ട്രെയിനിങ് പ്രോഗ്രാമിൽ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അവരെല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുക? ആ ട്രെയിനിങ് സെഷൻ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറയണത്. അവർക്ക് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീവ് ചെയ്ത് കൃത്യമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ ഫ്രീ മൈൻഡോട് കൂടി റിലാക്സ് ചെയ്ത്, എന്നാൽ കളിയിൽ കാര്യങ്ങൾ ചെയ്യല്ല, പക്ഷേ വളരെ മൈൻഡൊക്കെ ഫ്രീ ആക്കി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ വിൽ ബി ഏബിൾ ടു ഇൻവോൾവ് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് പറയണത്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് പറയുന്നത്, ഇൻട്രാക്റ്റീവ് സെഷൻസുകൾ വെക്കുക, പ്രാക്ടിക്കൽ സെഷൻസ് വെക്കുക. അല്ലാതെ 1 hour ഈ തിയറി മാത്രം അങ്ങനെ കേട്ടിരുന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ്സ് ടു ബോറിങ്. നമുക്കറിയാമല്ലേ അല്ലേ, നമുക്ക് തന്നെ അറിയാം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കൽ എക്സസൈസുകൾ കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ റോൾ പ്ലേയിങ്, ഏതെങ്കിലും ഒരാളുടെ ഒരു റോൾ കൊടുത്തിട്ട് അയാളോട് അത് ചെയ്യാൻ പറയുക, അതാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. വീഡിയോ പ്രസൻറ്റേഷൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദ ഇൻട്രാക്റ്റീവ് സെഷൻസ് ക്യാൻ ബി മെയ്ഡ് മോർ ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പൻസിൻ്റെ ഫുൾ ഇൻവോൾവ്മെൻറ്റ് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി എലിമെൻറ്റ് ഓഫ് ട്രെയിനിങ് എൻവയോൺമെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയത്. എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന്, ദാറ്റ് ഈസ് എങ്ങനെയാണ്, വാട്ട് ആർ ദ എന്താണ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലേ, ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് എ ട്രെയിനിങ് പ്രോഗ്രാം. അതാണ് നമ്മളൊരു പോയിന്റ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ട്രെയിനിങ് പ്രോഗ്രാം. നമ്മളൊരു 5-6 പോയിന്റ്സുകളായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്ത് പോയി. പിന്നെ ഇൻ വിച്ച് ഏരിയാസ് ദാറ്റ് ദ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഏരിയാസുകളൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ട്രെയിനിങ് എൻവയോൺമെൻറ്റ് എന്താണെന്നും പഠിച്ചു. ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ട്രെയിനിങ് എൻവയോൺമെൻറ്റും നമ്മൾ നോക്കി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ദാറ്റ് ഈസ് എന്ത് ചെയ്യേണ്ടതാണ്, ഡിസ്കസ് ചെയ്ത് പോകേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ്. ട്രെയിനിങ് ഇവാലുവേഷൻ മെത്തേഡ്, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ചില ടോപ്പിക്സുകളാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.